നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളിപ്പോൾ സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സുഹൃബന്ധത്തിൽ അല്ലെങ്കിൽ അടുത്തടുത്ത് താമസിക്കുന്നവർ, പരിചയമുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ പല കാര്യങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ സ്വർണം പണയം വെക്കാനോ വിൽക്കാനോ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വസ്തുവകകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു അനിശ്ചിതാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള റീഡിംഗ് ആണിത്. നിങ്ങൾ കൊടുത്ത സാധനങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ, ഇതാണ് റീഡിങ്ങിൻ്റെ ഇന്നത്തെ റീഡിങ് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ എനർജിയാണ്, ഇപ്പോഴത്തെ എനർജിയാണ്. 1, 2, 3 നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവരെ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? നമുക്ക് 2ഉം 3ഉം കാർഡും മാറ്റി വയ്ക്കാം. ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡ് റീഡിങ്ങിലേക്കാണ്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓറക്കിൾ മെസ്സേജ് സ്പിരിച്വൽ ഓറക്കിളാണിത്. ഈ സിറ്റുവേഷനിൽ ഇവരെന്താണ് അറിയേണ്ടത്? ഈ സിറ്റുവേഷനിൽ ഇവരെന്താണ് അറിയേണ്ടത്? ഓക്കെ, വേറെ കാർഡ് എന്തെങ്കിലും വന്നോ? പിന്നെ ഇവിടെ വേറെ 2 കാർഡും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ആദ്യം വന്നത് ആദിയോഗി, എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. യോഗ എന്ന് പറഞ്ഞ ഒരു വേ ഓഫ് ലിവിങ് ആണ്, ജീവിത രീതിയാണ് യോഗ എന്ന് പറയുന്നത്. ഭക്ഷണക്രമം, എക്സസൈസ്, ലങ്സിൻ്റെ ശുദ്ധീകരണം എന്ന് വെച്ചാൽ ബ്രീതിങ് എക്സസൈസ്, അതൊക്കെയാണ്. അപ്പോൾ ഒരു ചിട്ട വരും ജീവിതത്തിന്. അതാണ് ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് പറയും നിങ്ങൾക്ക് പുറമേയുള്ള ശക്തികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ശക്തികൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അവർ തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊന്ന് സ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കുറേ നേരം, അത് വളരെ ബുദ്ധിമുട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുമെന്ന് പറയും, പക്ഷേ ശരിക്കുള്ള മെഡിറ്റേഷൻ, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ലോകം മറന്നു പോകുന്നൊരു മെഡിറ്റേഷൻ വളരെ കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രാക്ടീസ് കൊണ്ടിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം, കുറേ ക്ലാരിറ്റി കിട്ടും നമുക്ക്. അതാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഈ ലോകത്തിനോ വെടിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ ഒന്നുമില്ലാത്തൊരു ലോകത്തേക്ക് പോകുന്നതാണ് മെഡിറ്റേഷൻ. ശബ്ദമില്ല, ഒന്നുമില്ല, ഒരു ബന്ധവുമില്ല, ഒന്നുമില്ലാതെ കുറച്ച് നേരം ഇരിക്കുന്നതാണ്. അപ്പോൾ ഭസ്മാസുരുടെ കാര്യം പറയുന്നത് മിസ്യൂസ് ഓഫ് പവർ. ഭസ്മാസുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരം മേടിച്ചിട്ട് അവസാനം സ്വന്തം വരം മേടിച്ചിട്ട് ആ വരത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചാവേണ്ടി വന്ന ഒരാളുടെ സിറ്റുവേഷനാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കരുത് എന്ന ഒരു മെസ്സേജും കൂടെ അതിനകത്തുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരം ആളുകളാണുള്ളത്, എന്താണ് സിറ്റുവേഷൻ? ഇതാണ് ജിപ്സി ഓറക്കിൾസ് നിങ്ങളോട് പറയുക. എന്ത് തരം ആളുകളായിട്ടാണ് നിങ്ങൾക്ക് ബന്ധമുള്ളത്? ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ളവർ, നിങ്ങൾ ഫ്രണ്ട്സ്, എന്തൊക്കെ തരം ആളുകളാണ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം കാണിക്കും. ഇവിടെ ഒരു മെസ്സഞ്ചറിനെ കാണിക്കുന്നുണ്ട്, ഒരു ദൂതൻ, എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ജോയ്ഫുൾനെസ്,
ഹാപ്പിനെസ്, ഫ്രണ്ട്സ്, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു റിയൂണിയൻ ഉണ്ടാകാൻ വഴിയുണ്ട്. പണ്ട് ചിലപ്പോൾ പഴയ ഫ്രണ്ട്സിന് ആരെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ചിയർഫുൾനെസ് എന്ന് വെച്ചാൽ ഹാപ്പിനെസ്, പൊതുവെ എന്തെങ്കിലും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു കാര്യം വരുന്നത്. അപ്പോൾ ആരുടെയോ വെഡിങ് ഇൻവിറ്റേഷനോ വീടിൻ്റെ പാലുകാച്ചൽ എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പൊതുവെ വലിയ കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം നമുക്ക്. ആ പേഴ്സൺ, നിങ്ങൾ ആരുടെ അടുത്ത് നിന്നാണോ സാധനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് ചോദിക്കുന്നത്. ആ പേഴ്സൺ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു എനർജിയാണ്. ആരുമായിട്ടും ഒന്നും ഷെയർ ചെയ്യില്ല. എല്ലാവരുടെ അടുത്തു നിന്നും മേടിച്ച് കൂട്ടണമെന്നല്ലാതെ തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു മനസ്സല്ല ആ പേഴ്സൺ ഉള്ളതെന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ എനർജിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾക്കാണോ നിങ്ങൾ സാധനങ്ങൾ കൊടുത്തേക്കുന്നത്? കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് 6 ഓഫ് പെൻറ്റക്കിൾസ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുന്ന ആളുകൾ എന്നാണ്. അവർക്കുള്ള സൗഭാഗ്യങ്ങളെല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാൾ. ഈ പേഴ്സൺ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ ആർക്കാണോ കൊടുത്തിട്ടുള്ള ആ പേഴ്സൺ അവർ ഒരു ബാലൻസ് ഇല്ലാത്തൊരു സ്ത്രീയോ പുരുഷനോ ആണ്. അതുപോലെ 10 ഓഫ് കപ്സ് റിവേഴ്സാണ്. അവർ ലോകത്തിനോട് മുഴുവനും വൈരാഗ്യമുള്ളവർ. ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല, എല്ലാവർക്കും എനിക്കാണ് തരാനുള്ളത്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ സഹായിച്ചിട്ട് അവരെല്ലാം എന്നെ പറ്റിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇനി എല്ലാവരെയും എൻ്റെ ജീവിതത്തിൽ വരുന്നവരെല്ലാം ഞാൻ പറ്റിക്കും എന്നൊരു നെഗറ്റീവ് എനർജിയാണ് ഈ പേഴ്സൺ. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഭഗവാനെ? നിങ്ങൾ ആരിൽ നിന്നാണോ സാധനങ്ങളോ അല്ലെങ്കിൽ എന്താണ് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു ഷഫിൾ കൂടി ചെയ്യാം. എനിക്ക് പെട്ടെന്ന് ശ്വാസം പൊടുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ആ ബ്രീതിങ് ഇത് കളഞ്ഞതാണ്, റിലാക്സ് ചെയ്യാൻ നോക്കിയതാണ്. ഭയങ്കര സ്ട്രെസ് പോലെ തോന്നി. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവർ വളരെ പ്രാക്ടിക്കലായ ഒരു എനർജിയാണ്, കെയറിങ് ആണ്, വളരെ നച്ചുറിങ് ആയൊരു എനർജിയാണ്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള എനർജി ആയിരിക്കാൻ പറ്റും, ചില അവരാവണം എന്നില്ല. അവരുടെ കൂടെ ആരാണ് കൂടെ ഉള്ളത് അവരുടെ എനർജിയും ആവണം. ചിലപ്പോൾ ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആണായാലും പെണ്ണായാലും വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചിരിക്കുന്ന ആൾ വളരെ ഷൈ ആയ ഒരു എനർജിയാണ്. അപ്പോൾ ഇവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് ഇവരുടെ കൂടെ ഉള്ളത്. ഇവർക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മനസ്സിലായി. ഇവർ മാരീഡ് ആണെങ്കിലും ഇവർ പല ബന്ധങ്ങൾ വെക്കുന്ന ആളുകളാണ്. ഇവരെന്തിനാണ് ബന്ധങ്ങൾ വെക്കുന്നത്? ഇവരുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുക, കൂടുതലും പണം. ചില ഫ്രണ്ട്സ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പൊക്കെ വരുമ്പോൾ ഈ തേർഡ് പാർട്ടിയായിട്ട് വരുന്ന ആൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളൊക്കെ പറയും. ചിലർ ചോദിക്കില്ല, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല മനസ്സുകൊണ്ട് അവരെ സഹായിക്കും. പക്ഷെ അതൊന്നും തിരിച്ചു കിട്ടില്ല. രണ്ടാമത്തെ തരം ആളുകൾ ചോദിച്ച് വാങ്ങിക്കും. എനിക്ക് അത്യാവശ്യമായിട്ട് ഇതിന് പോകണം, ഭയങ്കര കഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അമ്മയ്ക്ക് അസുഖം അത് അസുഖം, അപ്പോൾ എനിക്ക് കുറച്ച് പണം വേണം. വേഗം നിങ്ങളുടെ മാലയോ വളയോ വീട്ടിലാരും അറിയാതൊക്കെ എടുത്ത് കൊടുക്കും. അതെല്ലാമാണ് ഇപ്പോഴത്തെ. അപ്പം ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ റിലേഷൻഷിപ്പ് വെക്കുന്ന അവരുടെ കാര്യങ്ങൾ നടന്ന് പോകാനാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇവരെ സഹായിക്കാൻ പറ്റും എന്ന ആളുകളോട് മാത്രമേ ഇവർ ബന്ധം വയ്ക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു എനർജിയാണ്. പിന്നെ വളരെ സീരിയസ് ആയ എനർജിയാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന് ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷൻ. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒരാളെ സഹായിച്ചാൽ അവരെ തിരിച്ചു കൊടുക്കില്ല ആ കാര്യങ്ങളൊന്നും. അപ്പോൾ പിന്നെ അവരോട് മിണ്ടാൻ പറ്റില്ല, അവരോട് ചോദിക്കാൻ പറ്റില്ല. അവർ കൊടുക്കാതാവുമ്പോൾ പിന്നെ വേറെ ആൾ അന്വേഷിച്ച് പോകും. അപ്പോൾ ബന്ധങ്ങൾക്കൊന്നും അധികം വില കൊടുക്കാത്ത ഒരാളാണ്. പക്ഷേ ഇവരുടെ ഒരു ഭാഗ്യം, ഈ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവരൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട് നന്നായിട്ട് നോക്കുന്ന ഒരു എനർജി അവരുടെ കൂടെ ഉണ്ട്. ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആരാന്നറിയില്ല. ഇവരുടെ ശുദ്ധമായ മനസ്സുള്ള ഒരു എനർജിയാണ്. ഇവരെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. ഇവർ പുറത്തു പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ എനർജിക്ക് അറിയില്ല. ഈ എനർജിക്ക് ഇവരോട് ഭയങ്കര സ്നേഹമാണ്.
അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഇവരുടെ കൂടെയുള്ള എനർജിയാണ്. ഈ പേഴ്സൺ സ്വന്തം കാര്യത്തിന് ഭയങ്കര സ്വാർത്ഥതയുള്ള എനർജിയാണ്. എല്ലായിടത്തും ഓടി നടന്ന് സാധനങ്ങൾ കൈക്കലാക്കുന്നത്, ചോദിച്ച് മേടിക്കുക, കടം മേടിക്കുന്നതാണ്, പക്ഷെ കൊടുക്കില്ല. അങ്ങനത്തെ ഒരു ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് നോക്കാം. നിങ്ങളോട് എന്താണ് അവരുടെ മനോഭാവം? അവർ വിചാരിക്കുന്നത് നിങ്ങൾ, ചിലരുണ്ട് നമ്മളുടെ ജീവിതത്തിൽ വരുന്നിട്ട് നമ്മൾ സിനിമയ്ക്കൊക്കെ നമ്മൾ കൊണ്ടുപോകും അവരെ നമ്മളുടെ ചിലവിൽ. കാരണം ഇവർ നല്ല കമ്പനിയാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് റിലേഷൻഷിപ്പിൽ? അവർ നന്നായിട്ട് തമാശ പറയും, ഭയങ്കര ലൈവ്ലി ആയ ഒരു എനർജിയാണ്. പക്ഷെ പൈസ എല്ലാം നമ്മൾ മുടക്കണം, ഇവർ ഒറ്റ പൈസ മുടക്കില്ല. അപ്പം നമ്മൾ ഇവരെയും കൊണ്ട് എല്ലായിടത്തും പാർട്ടിക്ക് പോവുക, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുക, ഭക്ഷണം മേടിച്ചു കൊടുക്കുക, സിനിമയ്ക്ക് കൊണ്ടുപോകുക, ഇതൊക്കെ നമ്മൾ ചെയ്യും ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇവർ പറയുന്നത് ഇവരുടെ ഈ ഒരു ലൈവ്ലിനെസ് കൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ട്രാപ്ഡ് ആണെന്ന് ഇവർക്കറിയാം. നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹാപ്പിനെസ് തരിക, കുറച്ച് നേരം എൻജോയ്മെൻറ്റ് തരിക, നല്ല രസമായിട്ട് ജീവിതം കൊണ്ടു. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഹാപ്പിനെസ് വേണമെന്നാൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു തമാശ പറയും, അങ്ങനത്തെ ഒരു എനർജിയാണിത്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ പക്ഷേ സെൽഫ് എന്ന് വെച്ചാൽ നിങ്ങളെ ഈ പേഴ്സൺ കളിയാക്കുന്നൊക്കെ ഉണ്ടാവാം. മനസ്സിലായോ? നിങ്ങൾ അത്രയും വലിയ കുറച്ചും കൂടെ ശുദ്ധതയുള്ള ഒരു എനർജി ആയിരിക്കും. നിങ്ങൾക്ക് ഈ പേഴ്സൺ ശരിക്കുള്ള സ്വഭാവം അറിയില്ല. മനസ്സിലായി? ഈ പേഴ്സൻ്റെ പുറം പൂച്ചു. ചിലർ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ആഷ്പൂഷ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലിലൊക്കെ നടക്കും, കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുറമേയുള്ള ആൾക്കാർക്ക് തോന്നും നല്ല ഷൂസും നല്ല പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ നല്ല ഡ്രസ്സിങ് ഒക്കെ നടക്കുമ്പോൾ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഭയങ്കര ഭയങ്കര മോഡേൺ ആണ്, ഭയങ്കര മീൻസ് അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണിത്. മറ്റുള്ളവരെ ആ പേഴ്സണിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള, നന്നായിട്ട് സംസാരിക്കുന്ന എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ആകുമ്പം ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇവർ ഭയങ്കര നല്ല. അപ്പം അങ്ങനെ ഈ പേഴ്സണൽ ലൈഫിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കയറുന്നുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ നന്നായിട്ട് പാടുമായിരിക്കാം, ചിലപ്പോൾ ഒരു ആക്ടർ ആയിരിക്കാം, എന്തായാലും ഉള്ളു പൊള്ളയായ ഒരു എനർജിയാണിത്. അപ്പോൾ ഈ പേഴ്സൺ അറിയാം നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലാണെന്ന്. അതാണ് ഈ പേഴ്സണിൻ്റെ വിജയം. ആരുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ പോയാലും ഈ പേഴ്സൺ അവരെ കൺട്രോൾ ചെയ്യും അവരറിയാതെ. നിങ്ങളുടെ വിചാരം നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം ഈ പേഴ്സണ് കൊടുക്കുന്നത് കൊണ്ട്, ഈ പേഴ്സൺ അവിടെ എല്ലാം കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ കൺട്രോളിലാണെന്ന് അല്ല. ഈ പേഴ്സൻ്റെ കൺട്രോളിലാണ് നിങ്ങൾക്ക്. ഈ പേഴ്സൺ നിങ്ങളോട് മിണ്ടാതാവുക എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെ കുറവാണ്. ഇത് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കാം, ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആവാം, ഒരു കൊളീഗ് ആവാം, അങ്ങനെയും ആവാം. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മാജിഷ്യനാണ് കാണിക്കുന്നത്, ജെമിനി സോഡിയക് സൈൻ ആണ്. പിന്നെ ഉള്ളത് മൂൺ കാർഡ്, ക്യാൻസർ സോഡിയക് സൈൻ, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ ആക്ച്വലി ഒരു ധൈര്യമില്ലാത്തൊരു എനർജിയാണ്, വളരെ കവർഡ് ഭീരുവാണ് ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ ഇല്ലാത്ത കാര്യങ്ങൾ, സ്വപ്നങ്ങൾ കാണിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ വലിയ ഇതായിട്ട് പറയും. എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, മറ്റേ പൈസക്കാരനായിട്ട് ഭയങ്കര കൂട്ടാണ്, അംബാനിയുടെ ഫ്രണ്ടാണ് എൻ്റെ ഡാഡി എന്നൊക്കെ പറയുന്ന, അത്രയും ഇതായിട്ട് പറയുന്നത് ഒരു എനർജിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിൽ ഒരാളുണ്ടായിരുന്നു. ആ പേഴ്സൺ CID ആണെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. ഒരു ട്രൂ ലൈസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവി ഉണ്ട്, അതിനകത്ത് ഒരു പെണ്ണിനെ ഒരാൾ ട്രാപ്പ് ചെയ്യുന്നത് അയാൾ CID ആണെന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചിട്ട്, അതുപോലെ തന്നെ റിയൽ ലൈഫിൽ അങ്ങനെ അഭിനയിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിച്ച ഒരാളെ എനിക്കറിയാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കും, നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്യില്ല. മനസ്സിലാവും? അവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. ഈ പേഴ്സൺ കൺകെട്ട് വിദ്യക്കാരനാണ്, ഇല്ലാത്ത ജാലവിദ്യ കാണിക്കുന്ന ആളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളോട് ഈ പേഴ്സണ് ശരിക്കുള്ള ഫീലിങ്സോ ശരിക്കുള്ള ബന്ധങ്ങളോ അഡ്രസ്സോ ഒന്നും ഈ പേഴ്സൺ തരില്ല. എവിടെയാണ്, ആരായിട്ടാണ്, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും പറയില്ല. നിങ്ങളിൽ നിന്ന് ഒന്നും അറിയാനോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് എന്ത് സങ്കടങ്ങളാണുള്ളത്, ഇതൊന്നും ഈ പേഴ്സൺ അറിയണ്ട. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ കൂടുമ്പോൾ ആ സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പേഴ്സൺ ചെയ്യുന്ന എന്തും നിങ്ങൾ ആ പേഴ്സണ് കൊടുക്കും, അതാണ് സിറ്റുവേഷൻ.
അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ ലോങ് ടേം പ്ലാൻ നിങ്ങളിൽ നിന്ന് മാക്സിമം പിഴിയുക, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് എടുക്കുക എന്നാണ്. അതുപോലെ ഈ പേഴ്സൺ ഹാർട്ട് വെച്ച് ചിന്തിക്കുന്നത്, ഇമോഷണൽ അല്ല. ഞാൻ നാളെ പോകുമ്പോൾ ഇവരുടെ കാര്യം എന്താവും, ഞാൻ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവർക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കും, ഇതൊന്നും ഈ പേഴ്സണ് ഇതില്ല. അതൊക്കെ ഈ പേഴ്സൺ ലോജിക്കലായിട്ടാണ് ചിന്തിക്കുന്ന ഒരാൾ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു 100 രൂപ ഈ പേഴ്സണിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ ഈ പേഴ്സൺ അതിന് ഈക്വൽ ആയിട്ടുള്ള നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്. ഈ പേഴ്സണിൻ്റെ പ്രസൻസ് തന്നെ, ആ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്. അത് മതി. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് പൈസ തിരിച്ചു കൊടുക്കണം എന്തിനാണ്? മനസ്സിലായോ? ഒരു എസ്കോട്ട്, ഈ ഒരു എസ്കോട്ട് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഫോറിൻ ഇപ്പം ആളുകൾ ചില സിറ്റീസിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആരും ഇല്ല അവിടെയെങ്കിൽ എസ്കോട്ട് പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ അവരെ വിളിച്ച് ഇന്നൊരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ത്രീയോ പുരുഷനോ ഇവർക്ക് എസ്കോട്ടായിട്ട് വെറുതെ ഫുഡ് കഴിക്കാനും പാർട്ടിക്ക് പോകാനൊക്കെ ആളെ കിട്ടും. മനസ്സിലായി? ജപ്പാനിലുണ്ട് കുറേ എന്ന് പറയുന്നുണ്ട്, ഇവിടെയുണ്ട്, നമ്മളുടെ ഇവിടെയുണ്ട്. അങ്ങനെ ബാംഗ്ലൂർ പോലത്തെ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. മനസ്സിലായി? അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആരും ഇല്ല, കൂടെ ഗേൾ ഫ്രണ്ട് ഇല്ല, ബോയ് ഫ്രണ്ട് ഇല്ല, അപ്പം നമ്മളെ കൂടെ വരാൻ ഒരാൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൺ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ പ്രസൻസ് അപ്പോൾ കാണാൻ മോശമില്ലാത്തൊരു എനർജിയാണ്, ആ ഒരു മെൻറ്റാലിറ്റിയാണിത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒന്നും തിരിച്ച് തരില്ല, കാരണം അതിനനുസരിച്ചുള്ള സർവീസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിന് നിങ്ങൾ തരുന്ന പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ പണയം വെക്കാൻ തന്ന സ്വർണ്ണമാല ഞാൻ എന്തിന് തിരിച്ചെടുത്ത് തരണം? അപ്പോൾ ഇവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ബോധം വേണം. ഒരാൾ നമ്മളോട് ചോദിക്കും, ജോലിയുള്ള ഒരു എനർജി നമ്മളോട് പ്രാരാബ്ധം പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് തിരിച്ചു തരാനാവില്ല എന്നൊരു ബോധം, എന്നാൽ നമുക്ക് അധികം പരിചയമില്ല. മനസ്സിലായി? അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സൻ്റെ ഉദ്ദേശം ഇതാണ്, നിങ്ങളിൽ നിന്ന് മാക്സിമം എടുക്കുക, നിങ്ങൾ കൊടുക്കുന്ന അത്രയും എടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചറിയുമ്പോൾ അപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാവും, അപ്പോൾ ഈ പേഴ്സൺ മുങ്ങും. അതാണ് പേഴ്സൻ്റെ ഉദ്ദേശം. ഇവരെന്തെങ്കിലുമൊക്കെ തിരിച്ചു തരുമോ? നിങ്ങൾ കൊടുത്ത സാധനങ്ങൾ എന്തെങ്കിലും ഇവർ തിരിച്ചു തരുമോ? യെസ് ഓർ നോ ആണ് നമ്മൾ ചോദിക്കുന്നത്. നോ ആണ് പറയുന്നത്. നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സാധനവും തിരിച്ചു കിട്ടില്ല കേട്ടോ, ഒരു സാധനവും തിരിച്ചു തരില്ല. പേഴ്സൺ മുങ്ങും, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്യാൻസർ, ജെമിനായി, പേഴ്സണ് ഫ്രണ്ട്സ് കുറവായിരിക്കും. സാജിറ്റേറിയസ് ആകെ ഒരു സോഡിയാക് സൈനെ കണ്ടുള്ളൂ. സാജിറ്റേറിയസ് സോഡിയാക് സൈനാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ആ കാർഡ്സ് എവിടെ പോയി നിർത്തില്ല, അപ്പോട്ടെ, അതിപ്പോൾ അത്യാവശ്യമില്ല എന്തായാലും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാർഡിൻ്റെ നിങ്ങൾ ആരുടെ അടുത്ത് നിന്നാണോ സാധനങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് ആ കാർഡിൽ. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം, എന്നിട്ട് ജിപ്സി ഓറക്കിൾസ് നോക്കിയിട്ട് നമുക്ക് ഇവരുടെ എനർജിയിൽ എന്താണ് പറയുന്നത് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. Om Namah Shivaya, 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 Om Namah Shivaya. ഓക്കെ, ഇത്രയും കാഴ്ച മറിഞ്ഞു, ഞാൻ എന്തായാലും എടുക്കുകയാണ്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം, ശുഭാപ്തി വിശ്വാസം അത്യാവശ്യമാണ്, പ്രശ്നങ്ങളിൽ കിടന്ന് വട്ടം തിരിയാതെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താണെന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ കാർഡ് ലോങ് ജേർണി. ലോങ് ജേർണി എന്ന് പറഞ്ഞാൽ ഈ പോകുന്നത് ഹനുമാൻ പോകുമ്പോൾ എത്ര പ്രശ്നങ്ങളുള്ള യാത്രയാണെങ്കിലും എല്ലാത്തിലും സക്സസ്ഫുൾ ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു യാത്ര കിടക്കുന്നുണ്ട്, പക്ഷേ ആ യാത്ര നിങ്ങൾക്ക് നല്ലത് വരുത്തുമെന്നാണ് പറയുന്നത്. പിന്നെ എംബ്രേസിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഏതെങ്കിലും കാര്യങ്ങൾ ബ്ലോക്കൊക്കെ ആയിട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ തുടക്കം ട്രൈ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത് ഡിസ്ട്രോയർ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു നാശനഷ്ടം വിതയ്ക്കുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. അതോടുകൂടി
അത് വന്നു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്ന് പറയുന്നുണ്ട്. പിന്നെ ശിവരാത്രി സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആരുടെ കൂടാണ് റിലേഷൻഷിപ്പ്, ഈ പേഴ്സൺ നിങ്ങൾക്ക് സാധനങ്ങൾ തരാനുള്ള എനർജി ചിലപ്പോൾ ഈ പേഴ്സൺ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആ പേഴ്സൺ അത് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് മാറിയിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. വളരെ സന്തോഷകരമായ റിലേഷൻഷിപ്പ്, ഒരു മേജർ ചേഞ്ച് വരുന്നുണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ആ ചേഞ്ച് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, അത് വന്നേ തീരുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ കൂടെ കുറേ നാശങ്ങളും ഉണ്ടാവും, കുറേ നല്ല കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇപ്പോൾ തൽക്കാലമായിട്ടൊരു ശാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമാണ്, ഇനിയും പ്രശ്നങ്ങൾ വരും ജീവിതത്തിലേക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് 2 കാർഡ് വന്നു പോസിറ്റിവിറ്റിനെ കുറിച്ചിട്ടുള്ള, പോസിറ്റീവായിട്ട് കാണാനുള്ള മനസ്സ് വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞു, ഇവിടെയും പുതിയ തുടക്കം. ഇപ്പം തുടങ്ങിയാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ തീർക്കാൻ പറ്റും. ചിലപ്പോൾ അത് ജോലി ആയിരിക്കാം, പുതിയൊരു ജോലിക്ക് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുക, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും ആണ് കാണിക്കുന്നത്. ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നിങ്ങളോട് എന്താണ് പറയുന്നത് നോക്കാം. ഗിഫ്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ, അപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു ചാൻസ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ആ കൊടുത്ത ആൾക്കാർ തിരിച്ചു തരുന്നില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും വഴിക്ക് മറ്റുള്ളവർ നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് തിരിച്ചു വരുന്നതും ആയിരിക്കാം. നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം നമുക്ക്. ഓക്കെ, 3 കാർഡ്സാണ് വന്നത്. ഗിഫ്റ്റ് എല്ലാം സർപ്രൈസ് ഗിഫ്റ്റ്, റൂം സർപ്രൈസ്, എന്തോ ഒരു കാര്യം, നല്ലൊരു സാധനം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഒരു റൂം കാണിക്കുന്നുണ്ട്, ഒരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ്, ഇതിൽ 6000 രൂപയാണ് കാണിക്കുന്നത് ഈ സർപ്രൈസിൽ. നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല ഗിഫ്റ്റ് കാർഡ് വല്ലതും കിട്ടുകയോ, നിങ്ങൾക്ക് വല്ല ലോട്ടറി അടിക്കുകയോ, നിങ്ങൾ ചെറിയ എമൗണ്ട്, വലിയ എമൗണ്ട് ആവണമെന്നില്ല, ലോട്ടറി അടിക്കുകയോ ഗിഫ്റ്റ് കാർഡ് കിട്ടുകയോ, എവിടെയെങ്കിലും ട്രിപ്പിന് പോകാനുള്ള ഒരു ഓഫർ കിട്ടുകയോ, എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമ്പോൾ നമുക്കിപ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെയോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ആണോ കിട്ടാനുള്ള ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി, ഈ പേഴ്സൺ ഒരു പുതിയ റിലേഷൻഷിപ്പിലാണ്, ആരോടോ ഈ പേഴ്സൺ അഗാധമായ സ്നേഹമുണ്ട്, ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ്. ഏസ് ഓഫ് കപ്സ് ഒരു ലവ് ഓഫറാണ്, പുതിയൊരു ലവ് ഓഫറാണത്, ന്യൂ ആണ്. അപ്പോൾ ആരോടോ സ്നേഹത്തിലാണ് ഈ പേഴ്സൺ, ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം നമുക്ക്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണത്. അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന റിവേഴ്സ് വീൽ ഓഫ് ഫോർച്യൂൺ. ഈ സിറ്റുവേഷൻ ഈ പേഴ്സൺ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വെർഗോ, പൈസസ്, സോഡിയക് സൈൻ ആണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, സോഡിയക് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയുടെ പുറകെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ, വളരെ പവർഫുള്ളാണ്. ഇത് ഇവിടെ സ്ഥിരമാകണം എന്ന് വിചാരിക്കുക, റിലേഷൻഷിപ്പ് പെർമനൻ്റ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ. വെർഗോ, പൈസസ് ഞാൻ പറഞ്ഞല്ലോ, സോഡിയക് സൈൻസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അത് സ്ഥിരമാകണം എന്ന്, ആ റിലേഷൻഷിപ്പ് പെർമനൻ്റ് ആകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ ഹൈ പ്രീസ്റ്റസ് പിന്നെയും വന്നേക്കുന്നുണ്ടോ? ഈ പേഴ്സൺ 2 റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ. ഒന്ന് ക്വീൻ ഓഫ് സ്വേർഡ്സ്, വളരെ സ്റ്റേൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജി, വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി. അതും പിന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള, രണ്ടും 2 എനർജീസാണ്. ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി,
ഈ എനർജി ഹൈ പ്രീസ്റ്റസ് കുറച്ചും കൂടെ ശാന്ത സ്വഭാവമുള്ള, ഇത് ശാന്ത സ്വഭാവം വയലന്റ് സ്വഭാവമുള്ള ഒരു എനർജി. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ രണ്ട് സിറ്റുവേഷനും കൈവിടാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് സിറ്റുവേഷൻ ഈ പേഴ്സണ് വേണം. അപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ഒരു ഇമോഷണൽ ബാഗേജ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും കൊണ്ടിട്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യാനാണ് ഈ ഒരു സ്ത്രീയിലേക്ക് ഈ പേഴ്സൺ. സ്ത്രീ ആവാം, പുരുഷനാവാം, അതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. ഇപ്പോൾ രണ്ട് റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പിലെ ആദ്യത്തെ പേഴ്സൺ ഈ പേഴ്സണെ നോക്കുന്നുണ്ട്. മറ്റേ ഹൈ പ്രീസ്റ്റസ് ഈ പേഴ്സൺ നോക്കുന്നില്ല. അവർ നേരെ നോക്കിയിരിക്കുന്നത്. അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഈ പേഴ്സണിൽ. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് നോക്കാം. നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? പാഷൻ ഉണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ ആണോ ഈ പേഴ്സണ്? പക്ഷേ ഈ സിറ്റുവേഷൻ അവസാനിപ്പിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കംപ്ലീഷൻ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഒരു എന്താ പറയുക, നിങ്ങളിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല ഈ പേഴ്സൺ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങളായിട്ട് ഒരു സംസാരമില്ല അല്ലേ? ഇവിടെ ഈ പേഴ്സണ് നിങ്ങളോട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് മാത്രമേ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങളോട് സംസാരിക്കണമെന്നോ നിങ്ങളുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തണമെന്നൊന്നും ഈ പേഴ്സൺ ആഗ്രഹമില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ മാറ്റണമെന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇവിടുത്തെ ഈ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ ആ റിലേഷൻഷിപ്പിലേക്ക് കയറണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ. ഈ സമയം മാറണമെന്നാണ്, കംപ്ലീറ്റ് ആയിട്ട് മാറണം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എന്തൊക്കെയോ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമോ നോക്കാം. എന്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടുള്ള ഉദ്ദേശം? ഇവർ രണ്ട് വഞ്ചിയിൽ കാല് വയ്ക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇവർ തേർഡ് പാർട്ടിയാണ്. ഈ ഹൈ പ്രീസ്റ്റസ് തേർഡ് പാർട്ടിയാണ്. ഭയങ്കര പവർഫുള്ളായ ഒരു എനർജിയാണ്. ഇഷ്ടംപോലെ പണമുള്ള, ജ്ഞാനമുള്ള, 4 പേരെ അറിയുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. അപ്പോൾ ഇവർ നിങ്ങളും രണ്ട് വഞ്ചിയിൽ കാല് വെച്ചിട്ടായിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലെന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ ഇവർ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് വെക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇവർക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊന്നും തരുന്നുണ്ടാവില്ല. അപ്പോൾ വളരെ ഒബ്സസീവായിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകണം. തേർഡ് പാർട്ടിയോടാണ് ഇവർക്ക് കൂടുതൽ അട്രാക്ഷൻ. തേർഡ് പാർട്ടിയോടാണ് കോൺടാക്റ്റ് ഉള്ളത്. നിങ്ങളോട് അത്ര അധികം കോൺടാക്റ്റ് ഇല്ല. പക്ഷേ നിങ്ങളെ ഇവിടെ, കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ തിരിച്ചു തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും വെറുപ്പിക്കാൻ പറ്റില്ല, തേർഡ് പാർട്ടിയെ കളയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവർക്ക്. ഒരു ഭയങ്കര ഡെവിൾ എനർജിയാണ്. ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട് നിങ്ങളോട്. സത്യം ഒന്നും തുറന്നു പറയുന്നില്ല, എല്ലാം കള്ളത്തരമാണ് പറയുന്നത്. തേർഡ് പാർട്ടിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ തേർഡ് പാർട്ടിയോടാണ് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്നും നിങ്ങളറിയാതെ നിങ്ങളെ മണ്ടിയാക്കി അല്ലെങ്കിൽ മണ്ടനാക്കി തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ കാപ്രിക്കോൺ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. അതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങളിൽ നിന്ന് മേടിച്ച് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾ അവർക്ക് കൊടുത്ത കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് പോവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തിരിച്ചു തരുമോ? അതാണ് അറിയേണ്ടത്. യെസ്, അവർ തിരിച്ചു തരും കേട്ടോ. തിരിച്ചു തന്നിട്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. പണം കുറച്ച് സമയം എടുക്കും. കാരണം അവരുടെ അടുത്ത് ഇപ്പം നിങ്ങളുടെ അടുത്ത് മേടിച്ച സാധനങ്ങൾ തരാനുള്ള അത്രയും പണം ഇവരുടെ അടുത്തില്ല. പക്ഷേ ഇവർ പതുക്കെ അത് കാരണം ഈ പേഴ്സൺ കുറച്ച് റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലേക്ക് വളരെ ക്ലിയർ കട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഈ പേഴ്സൺ തിരിച്ചു തരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് കൊള്ളാം, അതെങ്കിലും കിട്ടിയാൽ നന്നായി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി നമുക്ക് മൂന്നാമത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു മാരേജ് സിറ്റുവേഷൻ ആവാനും വഴിയുണ്ട് കേട്ടോ. പക്ഷേ ഈ വെർഗോ പൈസസ് സോഡിയാക് സൈൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണിച്ചത്. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ
നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജസ് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് ഭഗവാനെ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഇതൊരു നല്ല കാർഡാണ്. എംബ്രേസിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം മാറിപ്പോയിട്ടുണ്ട്, നല്ലൊരു തുടക്കത്തിന് സമയമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ നോ പറ്റില്ല എന്ന് പറയേണ്ട സമയത്ത് പറ്റില്ല എന്ന് തന്നെ പറയണം. അത് പറയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആൾക്കാരൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ സ്ഥലത്ത് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും കാര്യം, നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങളത് ഈ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത് കൊടുക്കും. അവസാനം ഈ കടം നിങ്ങളുടെ തലയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടം കയറിയ ഒരു എനർജിയും കൂടി ആവാം നിങ്ങൾക്ക്. ഈ പേഴ്സൺ ഒട്ട് തിരിച്ചു തരുന്നുമില്ല, കൊടുക്കുന്നവർ തിരിച്ചു തരുന്നുമില്ല. അപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. ചൂസ് ദ റൈറ്റ് പാത്ത്. നിങ്ങളൊരു വഴിത്തിരിവിലാണ്, വഴി മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ മുമ്പോട്ട് വഴിയുണ്ട്, വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. അപ്പോൾ ആ വഴി ഏതാണ് എനിക്ക് നല്ല വഴി എന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ സഹായം എടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഡിസ്ട്രോയർ, ഒരു നാശനഷ്ടം വിതയ്ക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഡിസ്ട്രോയർ ആണ്, നശിപ്പിക്കുന്ന, നാശം വിതയ്ക്കുന്ന ഒരു എനർജിയാണത്. അങ്ങനെയാണെങ്കിൽ ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നിങ്ങളോട് എന്താണ് പറയുന്നത് ഭഗവാനെ? ജിപ്സി ഓറക്കിൾ മെസ്സേജസ് നിങ്ങളോട് എന്താണ് പറയുന്നത് ഭഗവാനെ? കാർഡ് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് വന്നു. ഒരു വിഡോവർ, ഒരു ഭാര്യ മരിച്ച ഒരു എനർജിയെ കാണിക്കുന്നുണ്ട്. ആ പേഴ്സൺ ഭാര്യയുടെ ശവകുടീരത്തിൽ റീത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിക് ഫോട്ടോ. പിന്നെയുള്ളതൊരു വെഡ്ഡിങ്. ഇത് രണ്ടാം വിവാഹമാണോ ഇപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. കൺസലേഷൻ, കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം വേറൊരു കാര്യം. അപ്പോൾ ഈ ഭാര്യ മരിച്ചു പോയി. പേഴ്സൺ ചിലപ്പം ആ ഭാര്യ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവാം. ആ പേഴ്സൺ മറക്കാൻ ബുദ്ധിമുട്ടാണ് ആ ഭാര്യയെ. പക്ഷേ നിങ്ങളുടെ ആ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വേറൊരാളെ ദൈവം അയക്കുന്നുണ്ട്, ഒരു കൺസലേഷൻ പോലെ. അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെയുള്ളത് ഹോട്ടിനെസ്, കുറച്ചൊരു അഹങ്കാരമുള്ളൊരു എനർജിയാണ്. പിന്നെ നിശ്വാസം, ദീർഘനിശ്വാസം, അതത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. പുതിയൊരു എനർജി നിങ്ങളുടെ ലൈഫിലോ ആ പേഴ്സണൽ ലൈഫിലോ വന്നിട്ട് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങൾ ആരിൽ നിന്നാണോ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ പേഴ്സൻ്റെ എനർജി. ആ പേഴ്സൺ പാപ്പരാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഒന്നുമില്ല അവരുടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. അതാണ് ഈ എനർജി. 5 of Pentacles. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. കംപ്ലീറ്റ് ആയിട്ട് പാപ്പരായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു എനർജിയാണ്. ജോലിയില്ല, പൈസയില്ല, ഭക്ഷണമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ പേഴ്സൻ്റെ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൻ്റെ ആ കാർഡൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. എവിടെ നിന്നും ഒന്നും വരാനില്ല, ആരും സഹായിക്കാനുമില്ല. ആരും ഈ പേഴ്സൺ എന്തായി ആ പേഴ്സൻ്റെ കാര്യം എന്നൊന്നും ചോദിക്കാൻ ആരുമില്ല എന്നാണ്. ഈ പേഴ്സൺ ആരുമില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ആ പേഴ്സൻ്റെ എനർജിയാണ്. ഒന്നുമില്ല, ആരുമില്ല, വളരെ നിരാശയിലാണ് ആ പേഴ്സൺ എന്നാണ് പറയുന്നത്. ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്?
ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ഏതോ ഒരു എനർജിയുടെ പുറകെ ഈ പേഴ്സൺ പോയി. അങ്ങനെയാണ് ഈ പേഴ്സൺ ഭയങ്കര സ്നേഹമായിരുന്നു ആ എനർജിയോട്. പക്ഷേ അത് കയ്യെത്തി പിടിക്കാനും പറ്റിയില്ല. കയ്യിലുള്ളത് പോവുകയും ചെയ്തു, ആഗ്രഹിച്ചത് കിട്ടിയുമില്ല. ഇതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ പേഴ്സൺ പക്ഷേ ഇവരെ മറക്കുന്നില്ല, ഇവരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഈ പേഴ്സണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ നല്ല സ്ഥിതിയിലുണ്ടായിരുന്ന ഒരു എനർജി ആയിരിക്കും, ആരോടോ സ്നേഹത്തിലായി. അപ്പോൾ അവർ ഈ പേഴ്സൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഈ പേഴ്സണെ തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ജെമിനായി ഉണ്ട്, വെർഗോ പൈസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഇതിൽ നിങ്ങൾ ആരാണ് അറിയില്ല. നിങ്ങളോടുള്ള മനോഭാവം എന്താണ് ഈ പേഴ്സൻ്റെ? നിങ്ങളോട് എന്താണ് ഫീലിങ്സ് എന്ന് ഈ പേഴ്സണ് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊളീഗാണ്. നിങ്ങളോട് എന്താണ്, നിങ്ങളോടുള്ള ബന്ധം എന്താണെന്ന് ഈ പേഴ്സൺ അറിയില്ല. അതാണ് പറഞ്ഞത്, കൺഫ്യൂഷൻ ഉണ്ട്. ഈ പേഴ്സൺ എന്താണ് നിങ്ങളുമായ ബന്ധം, എന്നായിട്ടുള്ള ബന്ധം എന്നറിയില്ല. ഈ പേഴ്സൺ കൂടുതലും ഈ പേഴ്സൻ്റെ കളഞ്ഞുപോയ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ആളല്ല. ഈ പേഴ്സൻ്റെ കയ്യിൽ ഒന്നുമില്ല തിരിച്ചു തരാൻ. അതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. ആകെ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഈ പേഴ്സണ് സഹതാപ രൂപത്തിലാണോ കാര്യങ്ങൾ സഹായിക്കുന്നത്? നിങ്ങളോടുള്ള മനോഭാവം ഈ പേഴ്സൺ അറിയില്ല. നിങ്ങളോടുള്ളതായിട്ടുള്ള ബന്ധം എന്താണ്? ചില റിലേഷൻഷിപ്പ് അങ്ങനെയല്ലേ, നമുക്കറിയില്ല അവരായിട്ടുള്ള ബന്ധം എന്താണെന്ന്. പക്ഷെ നമുക്ക് സഹായിക്കാനുള്ള ഒരു ഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ സഹായിക്കുന്നു. അപ്പോൾ ഈ പേഴ്സൺ പക്ഷെ നിങ്ങളുടെ സഹായം കിട്ടുമ്പോൾ പേഴ്സൺ കാരണം നിങ്ങൾ അധികമായിട്ട് സഹായിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഒരു ബന്ധവും ഇല്ലെങ്കിലും വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു സംശയമുണ്ട്, ഈ പേഴ്സൺ നിങ്ങൾ ഒരിക്കൽ ചതിച്ചിട്ട് പോകുമോ, ഒന്നും പറയാതെ മുങ്ങിക്കളയുമോ, ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടുമോ നിങ്ങൾക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ആ പേഴ്സണോട് ചോദിച്ചിട്ടില്ല, എന്നാൽ ഈ പേഴ്സൻ്റെ ആവശ്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സഹായിക്കുന്നത്. നിങ്ങളോട് കുറച്ച് പ്രൊട്ടക്റ്റീവാണ് എനർജി. നിങ്ങളോട് വൈരാഗ്യമൊന്നുമില്ല, നിങ്ങളെ ചതിക്കണമെന്നൊന്നും ഈ പേഴ്സണ് ആഗ്രഹമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ജെനുവിൻലി ഈ പേഴ്സൺ വളരെ ബുദ്ധിമുട്ടിലാണ്, കള്ളത്തരം അല്ലത്. അപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടുള്ള ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഉപദ്രവിക്കണമെന്നൊന്നും ഈ പേഴ്സൺ, പറ്റിക്കണമെന്നോ ഒന്നും ഈ പേഴ്സൺ ഒന്നും വാഗ്ദാനങ്ങളൊന്നും തന്നിട്ടും ഉണ്ടാവില്ല നിങ്ങളോട്. നിങ്ങൾ കൂടെ നിൽക്കുന്നു, ഈ പേഴ്സൺ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പണി തരണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഈ പേഴ്സൺ കേട്ടോ. നിങ്ങളോട് കൊണ്ടുള്ള ഈ പേഴ്സൺ വളരെയധികം മറ്റുള്ളവർ ചതിച്ച് വഞ്ചിച്ച് എല്ലാ പൈസ എല്ലാം പിടുങ്ങി തള്ളിക്കളഞ്ഞ ഒരു എനർജിയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു ആ പേഴ്സൺ. പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ആ പേഴ്സൻ്റെ ഉള്ളിലുള്ള ഭയമെല്ലാം മാറ്റാനായിട്ട് നിങ്ങളാണ് സഹായിക്കുന്നത് ഈ പേഴ്സണെ. പേഴ്സൺ ഭയങ്കര പൈസയുള്ള ഒരു എനർജിയായിരുന്നു. സ്ത്രീയായാലും പുരുഷൻ നല്ലോണം ആസ്തിയുള്ള ഒരു എനർജി ആയിരുന്നു. അപ്പോൾ ഈ പേഴ്സണ് ആ സിറ്റുവേഷൻ പാസ്റ്റിൽ കുടുങ്ങി ഒരു വഴിയും ഇല്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പേഴ്സണെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു നന്ദി നിങ്ങളോടുണ്ട്, ആ ഒരു ചിന്ത നിങ്ങളോടുണ്ട്. നിങ്ങൾ കാരണമാണ് ഈ പേഴ്സണ് എഴുന്നേറ്റ് നിൽക്കാനുള്ള, ഇപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട് വെച്ചാൽ ശാരീരികമായ പ്രശ്നമല്ല, ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ പേഴ്സണ്. സ്വന്തം പൈസ ഉണ്ടാക്കാനും നിങ്ങൾ സഹായിക്കുന്നത് കൊണ്ടും നിങ്ങൾ കോൺഫിഡൻസ് കൊടുക്കുന്നത് കൊണ്ടുമുള്ള ഒരു എനർജി ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ പാസ്റ്റിലെ പ്രശ്നങ്ങൾ, വേദനകൾ കുറച്ചൊക്കെ മറക്കാനും നിങ്ങൾ സഹായിക്കുന്നുണ്ട് ഈ പേഴ്സണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. കുറച്ചൊരു പ്രായമുള്ള ഒരു എനർജി ആണോ ഇത്? എന്തായാലും കുറച്ച് ഈ മക്കളെല്ലാം തള്ളി പറഞ്ഞ ഒരു എനർജി പോലെ കാണിക്കുന്നുണ്ട്. കുറേ അധികം ദുഃഖമുള്ള ഒരു എനർജിയാണ്. പക്ഷെ ആ ദുഃഖം എന്താ പറയുക, പുറകിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആ ദുഃഖത്തിൽ ആലോചിച്ചോ ഒരു വഴിയില്ലല്ലോ എന്ന് ഇരുന്ന് പറയാതെ മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാ പറയുക. ചിലപ്പോൾ നിങ്ങൾ പുതിയ ജോലിയെല്ലാം പിടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലത്തിലേക്ക് ഫുഡും താമസ സൗകര്യമൊക്കെ നിങ്ങളായിരിക്കും കൊടുക്കുന്നത്. ആ പേഴ്സൺ അത്യാവശ്യമുള്ള പൈസയും. അപ്പം അതിൻ്റെ ഒരു നന്ദി നിങ്ങളോടുണ്ട് ഈ പേഴ്സണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചു തരണമെന്നുള്ള ഒരു ചിന്തയും ഉണ്ട് മനസ്സിൽ. അവർ തിരിച്ചു തരുമോ? അവർ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ച്, നിങ്ങൾക്ക് അനുഭവം ചിലപ്പോൾ
തരില്ല എന്നായിരിക്കും. യെസ്, തരും ഇവർ കേട്ടോ. നിങ്ങൾ പലരെ സഹായിച്ചിട്ടുണ്ടാകും, അവരൊന്നും നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത സാധനം തിരിച്ചു തന്നിട്ടും ഉണ്ടാവില്ല, നിങ്ങളെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ, ഈ പേഴ്സണ് തന്നെ നിൽക്കാനുള്ള അല്ലെങ്കിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ആസ്തി ആവുമ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരും. കൊടുക്കുന്ന പണവും എല്ലാ ഹെൽപ്പൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ നന്ദി ഈ പേഴ്സൺ നിങ്ങളോട് കാണിക്കും. നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതം മാറ്റുമ്പോൾ, നിങ്ങളും വലിയ ഇതിലൊന്നും അല്ല ജീവിക്കുന്നത്, എന്നാലും അപ്പോൾ കഷ്ടപ്പാട് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാക്കും ഈ പേഴ്സൺ. കാരണം ഈ പേഴ്സൺ കുറഞ്ഞ ആളല്ല, തൽക്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടിലാണെങ്കിലും നല്ല സ്ഥിതിയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ തിരിച്ച് സഹായിക്കുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ഇത് ചാരിയറ്റാണ്, ക്യാൻസർ സോഡിയാക് സൈൻ. ഒരു തേരാളിയാണ്. തേരാളിക്ക് അപകടം പറ്റി കിടന്നതായിരിക്കാം, ഇത് മുമ്പോട്ട് പോകും. ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരു എനർജി. അപ്പോൾ ക്യാൻസർ, അക്വാരിയസ്, ഏരീസ്, ക്യാൻസർ, ഞാൻ പറഞ്ഞു ജെമിനായ്, വെർഗോ, പൈസീസ്, അത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്നനുഗ്രഹിക്കാനിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.